വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരം അങ്ങനെ നാളെ തുടങ്ങുകയാണ്. മറ്റൊന്ന് മുതൽ സമ്പൂർണ്ണ സമരത്തിലേക്കും അവർ കടക്കും. ഇത് ആശുപത്രി സംവിധാനങ്ങളെ, സാധാരണക്കാരെയൊക്കെ ബാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാലങ്ങളായി നഴ്സുമാർ ഉന്നയിക്കുന്നതാണ്. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം വേണമെന്നുള്ളത്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലേക്ക് പോകാം. അഭിജിത്ത് ചേരുന്നുണ്ട് അവിടെ നിന്നും. അഭിജിത്ത്, ചെറിയ ശമ്പളത്തിലാണ് ഇക്ര ആശുപത്രിയിലെ നഴ്സുമാരൊക്കെ ജോലി ചെയ്യുന്നത്. എല്ലാ കാലത്തും അവർ വരുന്ന രോഗികളോട് അത്രയും ആത്മാർത്ഥമായി ആ ജോലിയോട് കൂറുപുലർത്തി അത്രയും നല്ല മനോഭാവത്തോടു കൂടി തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ നേരിടുന്ന ചൂഷണം എത്രത്തോളമാണ്, അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രത്തോളം തുച്ഛമാണ്? റോഷ്നി, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷഹദും ഇക്ബാലും പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുപാട് ഭംഗി വാക്കുകൾ നമ്മൾ നഴ്സുമാരെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ സാന്നിധ്യം കൊണ്ട്, അവരുടെ സേവനം കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ വാഴ്ത്താറുണ്ട്, മാലാഖി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ് എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, എന്താണ് അവരുടെ ആവശ്യങ്ങൾ, എന്താണ് അവരുടെ അവകാശങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും ബോധവാന്മാരാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ അവർക്ക് വലിയ പ്രശ്നം നേരിടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഗത്യന്തരവും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ ഒരു സമരത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരാവുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്ര ആശുപത്രിയിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരാണ്. ഇവർക്കൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളുണ്ട് പറയാൻ, എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതുണ്ട് പറയാൻ. ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കിടക്കുന്നത്? തീർച്ചയായും രോഗികളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ ആഗ്രഹവും ഞങ്ങൾക്കില്ല. പക്ഷേ 3 മുതൽ 5 കൊല്ലം വരെയാണ് മിനിമം വേജസ് പ്രഖ്യാപിക്കേണ്ട മിനിമം കാലാവധി എന്ന് പറയുന്നത്. ഇതിപ്പം 7 കൊല്ലം പിന്നിട്ടു. 2018 ലാസ്റ്റ് മിനിമം വേജസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയായിട്ടും ഇവർക്ക് സർക്കാരിന് ഇത് പ്രഖ്യാപിക്കുന്നില്ല. ഇപ്പം ജയിൽ പുള്ളികൾക്ക് പോലും ശമ്പളം കൂട്ടിയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചു ഇവിടെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടുന്ന പ്രൊഫഷണലായിട്ടുള്ള നമുക്ക് ശമ്പളം കൂട്ടുന്നില്ല എന്നതാണ് നമ്മുടെ ചോദ്യം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം 1-2 ആഴ്ച കൊണ്ട് 1-2 ആഴ്ച കൊണ്ട് അടുത്ത ഇലക്ഷനുള്ള പ്രഖ്യാപനം വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് വർഷങ്ങൾ നീളും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് തീരുമാനമാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വളരെ തുച്ഛമായ ഈ ശമ്പളത്തിൽ പലരും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ചേച്ചി, എങ്ങനെ ഇപ്പോൾ ഒരു ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണെന്ന് അറിയുന്നു. 20,000 രൂപയ്ക്കൊക്കെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. എന്തായാലും ശമ്പള പരിഷ്കരണം പെട്ടെന്ന് തന്നെ ആക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് സർക്കാർ പെട്ടെന്ന് തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളിവിടെ എത്ര വർഷമായി ജോലി ചെയ്യുന്നത്? ഞാനിവിടെ 2 വർഷം. 2 വർഷം. ഏകദേശം എത്രയായിരിക്കും ഒരു ശമ്പളം? എനിക്കിപ്പം അറൗണ്ട് കിട്ടുന്നത് എൻ്റെ ബേസിക് സാലറി 20 ആണ്. 20,000 രൂപയാണ് എനിക്ക് ബേസിക് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു നഴ്സിന് കിട്ടുന്ന ശമ്പളം? അങ്ങനെയാണ്? അല്ല, ഇവിടെ 6 മാസം ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് അതിനും താഴെയാണ് സാലറി. 6 മാസത്തേക്ക് ഇത് കഴിഞ്ഞ ശേഷമാണ് 20,000 രൂപയ്ക്ക് കിടക്കുന്നത്. ഒരുപാട് പണമൊക്കെ ചിലവാക്കിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. അപ്പം ഇതായിരിക്കില്ലല്ലോ നമ്മുടെ ഒരു പ്രതീക്ഷ എന്നുള്ളത്? ഒരിക്കലും അല്ല. ഞാൻ പഠിച്ചത് കർണാടകയിലാണ്. അവിടെ നല്ല അത്യാവശ്യം ഒരു 10-12 ലക്ഷം രൂപ തന്നെ മുടക്കിയിട്ടാണ് പഠിച്ചത്. ഇവിടെ ഞാൻ മാത്രമല്ല, എല്ലാ സ്റ്റുഡൻസും പഠിക്കുന്നതും ഇപ്പം അതിലും കൂടുതലാണ്. ഞാൻ കുറച്ച് 5-6 വർഷമായി ഞാൻ പഠിച്ചിറങ്ങിയിട്ട് തന്നെ. അപ്പം ഇപ്പോഴത്തെ പിള്ളേർ വെച്ച് പഠിക്കുമ്പോൾ ഒരു 10-18 ലക്ഷം രൂപ എന്തായാലും പഠിക്കാനാവുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഒരിക്കലും ഇതൊരു നമുക്ക് ലോൺ അടച്ചു തീർക്കാൻ പോലും പറ്റുന്നൊരിതല്ല. അതുമല്ല, ഇപ്പം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിതുകൊണ്ട് ഒന്നും ആവത്തില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടുകയാണ്. പക്ഷേ അതിന് ആനുപാതികമായി ശമ്പള വർധന ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ചേച്ചി, കേവലം 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. പക്ഷെ അതുപോലും നടക്കുന്നില്ല എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ടത്? ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നത് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. അത് നടപ്പാക്കിയേ നമ്മൾ മാറുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ എന്ത് വന്നാലും അതിനോട്ട് മുമ്പോട്ട് പോകണം. ഒരു സൂചനാ പണി മുടക്കാണല്ലേ? അതെ. കഴിഞ്ഞാൽ ഇത് വിജയിച്ചില്ലെങ്കിൽ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും. എന്ത് വന്നാലും കണ്ടിന്യൂ ചെയ്യും. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് 7 വർഷം മുമ്പ് ഇതേപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ മരിച്ചത്. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകും. അന്ന് പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് പാഴായി പോവാണ്. അത് നമ്മൾക്ക് തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഒരു സ്ട്രഗിൾ ചെയ്യാനായിട്ട് മുമ്പോട്ട് വരില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ നമ്മളിപ്പോൾ രണ്ടും കൽപ്പിച്ച് സ്ട്രഗിൾ ചെയ്യുവാണ്. ഒരു ജോലി എന്നുള്ളതിന് ഉപരി സേവനം കൂടിയാണല്ലോ. അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി പണിയെടുക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവരുടെ ഒരു പ്രതീക്ഷ കൂടിയാണ് അന്നത്തെ ആ ഉറപ്പ് ഇല്ലാതാവുന്നതോടെ ഇല്ലാണ്ടായതല്ലേ? അതെ, അത് അങ്ങനെയാണ് ഉറപ്പ് ഇല്ലാതായത്. പക്ഷെ നമുക്ക് ഇനി നഴ്സിംഗ് സമൂഹം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നാട്ടിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാലറി കിട്ടണം. ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഗൾഫ് രാജ്യങ്ങളൊക്കെ തേടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒഴിവാക്കണം.
തന്നെയാണ് നമ്മൾ ഈ ജോലിയൊക്കെ തേടി പുറത്തോട്ടൊക്കെ പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ കൃത്യമായ രീതിയിൽ ഒരു ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും. ഞാൻ 2002 നഴ്സിംഗ് പാസ്സായ വ്യക്തിയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നാണ് പാസ്സായത്. ആ സമയത്ത് എൻ്റെ സാലറി വെറും 1000 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മിംസിലോട്ട് മാറിയപ്പോൾ ഒരു 3500 അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിൽ HDS എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അവിടെ 5000 രൂപയായി. അതായിരുന്നു മാക്സിമം. അപ്പം ഫാമിലിയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു ഗതി വന്നപ്പം കുവൈറ്റിൽ പോയി. അവിടുത്തെ സാലറി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. 1.5 ലക്ഷം രൂപ സാലറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? അപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. പിന്നെ എത്ര ഇരട്ടി കൂടുതലാണത്. അപ്പം അത് നോക്കുമ്പോൾ അത് മാത്രമല്ല, അവിടെ നമുക്ക് നഴ്സിന് ഇവിടുത്തെ പോലെയല്ല, നല്ല റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളൊരു എന്താ പറയുക, ഈക്വൽ ടു ഡോക്ടർ ആ ഒരു ലെവലിലാണ് അവർ എന്താ പറയുക ഗൾഫ് കൺട്രീസ് കരുതുന്നത്. പക്ഷേ ഇപ്പം മാലാഖമാരെന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു റെസ്പെക്റ്റ് മാത്രമല്ല, നമ്മളിവർ ശരിക്കും പറയാനൊരു അടിമകളെ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഡോക്ടേഴ്സിനെ കീഴിൽ നിൽക്കുന്ന ഒരു അടിമകൾ, ഒരു പാവകൾ, അതുപോലെയാണ് നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അത് ശരിക്കും പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ശരിക്കും മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. അപ്പം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഓരോരുത്തരും നഴ്സിംഗ് പാസ്സാവുന്നത്. അത് തന്നെ ലോണ് എടുത്തിട്ട് കിടപ്പാടം വിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേതനം കിട്ടിയില്ല. ഈവൻ നമുക്കറിയാം ഒരു ദിവസക്കൂലി ആൾക്കാർക്ക് പോലും ഒരു മിനിമം 1500 ഇല്ലാതെ ഇപ്പോൾ ആരെങ്കിലും വർക്ക് ചെയ്യുമോ? ഇല്ല. അത് തന്നെ 7 മണി മുതൽ 3 മണി വരെയാണ് അവർ വർക്ക് ടൈം. നമുക്കെന്ന് വെച്ചാൽ അങ്ങനെ സ്പെഷ്യൽ ടൈം ഇല്ല. ഇപ്പോൾ ഞാനിപ്പോൾ 7:30 ഡ്യൂട്ടിക്ക് കയറിയാൽ പോലും ഞാൻ പോകുന്നത് ചിലപ്പോൾ 5:30, 6 മണിയായിരിക്കും. അപ്പോൾ നമുക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കതിനുള്ള എന്താ പറയുക ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ ദിവസം നമുക്കറിയാം ഓരോ സാധനത്തിനും ഇവിടെ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ശരിക്കും ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് സാലറി കൂട്ടി തന്നേ മതിയാവുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവർ 10ഉം 20ഉം വർഷമൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവരുടെ സാലറി, അവരുടെ ശമ്പളം എന്നുള്ളത് ഇപ്പോഴും 30,000 രൂപയൊക്കെ താഴെയാണ്. ചേച്ചി എത്ര വർഷമായി ജോലി ചെയ്യുന്നത്? ഞാൻ 20 വർഷം കഴിഞ്ഞ് ഇക്രയിൽ തന്നെ. എന്താ ഇപ്പം നമ്മുടെ ഒരു ശമ്പളം എന്ന് പറയുന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് ബേസിക് കിട്ടുന്നത് 21 രൂപയാണ് ബേസിക്. അതുകൊണ്ട് നമുക്ക് ലോൺ അടയ്ക്കാനുണ്ട്, കുട്ടികളെ പഠിത്തമുണ്ട്, ഭക്ഷണമുണ്ട്, ഒരുപാട് പോരാത്ത ചികിത്സാ ചെലവുകൾ വേറെയുണ്ട്. ചികിത്സയ്ക്ക് വേണം നമുക്ക് പൈസ. ഈ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമരം. അതെ, ഞങ്ങൾക്ക് എന്തായാലും ശമ്പളം ഞങ്ങൾ ഇതിൻ്റെ മുമ്പേ പറഞ്ഞതാണ്, പക്ഷെ ഇതുവരെ അതും തന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും. തീർച്ചയായും റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഒരുപാട് നഴ്സുമാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിജിത്താണ് അവരോട് സംസാരിച്ചത്. ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നതെങ്കിലും ഓരോരുത്തർക്ക് മുന്നിലും ഞങ്ങൾ മൈക്ക് വയ്ക്കുമ്പോൾ അവർക്കൊക്കെ പറയാൻ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ അനുഭവങ്ങളുണ്ട്. തുച്ഛമായ കൂലിക്ക് അടിമയെ പോലെയാണ് പണിയെടുക്കുന്നതെന്നാണ് നേരത്തെ ഒരു നഴ്സ് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഒരു തൊഴിലാളിക്ക് 8 മണിക്കൂർ പണിയെടുത്താൽ മതി, പക്ഷേ ഇത് 8 എന്നില്ല, 9 എന്നില്ല, 10ഉം 12ഉം കടന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു. എന്നിട്ടോ ഈ ജോലി കൃത്യമായി ആത്മാർത്ഥതയോടെ ചെയ്യുന്നു, വരുന്ന രോഗിയെ നല്ല തരത്തിൽ പരിചരിക്കുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ ഈ ജോലി സമ്മർദ്ദവും അനുഭവിക്കണം. ഇപ്പൊ കേരളത്തിൽ പല ആരോഗ്യ രംഗത്ത് നിന്നുള്ള പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഇത് ഗവൺമെന്റ്